VC അണ്ണാ സീനായിരുന്നോ? വീസിയിലെ അടിയാണ്. എല്ലാം വന്നിപ്പം സരക്കണ വേഴ്സസ് ബാലൻ ഏത് VC-ല്? ഈഗിൾ ബ്രോയുടെ അപ്പുറത്ത് ലൈവിന് നമ്മുടെ നമ്മളുടെ വീശിയിലപ്പുറത്ത് ഇറ്റാച്ചി ബാലൻ എടാ ബാല മര്യാദക്ക് സംസാരിച്ച് മര്യാദ ഉള്ള കാര്യം തന്നെ നീ ചുമ്മാ ലൈവ് എപ്പോഴാണ് ലൈവ് കിടന്ന ആളായത് ആളായത് ലൈവ് ഞാൻ ലൈവ് കൊല്ലം പറഞ്ഞു മാസം അടിക്കുന്നുണ്ടാ മാസടിക്കുന്ന രാജനോട് പറയാൻ നിർത്താൻ ആദ്യം പോയി എന്ത് മര്യാദക്കല്ല സംസാരിച്ചവൻ അതെന്തായാലും നിന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞു ഈ മുമ്പിൽ തന്നെ പറ്റോ ഇവിടെ കേട്ടോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല ഇവൻ വന്നിരുന്ന് മുമ്പിൽ തന്നെ പറഞ്ഞിട്ട് മര്യാദക്ക് ഞാൻ അല്ല എന്തിനാണ് ഇവ പറയുന്ന ഇവ വന്നിട്ട് ഇപ്പൊ ലൈവ് വന്നിട്ട് മാസം അടിക്കേണ്ട ആവശ്യം എന്താണ് ഇവനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് അവൻ പറഞ്ഞു അവൻ പറഞ്ഞ കാര്യം ഇവ അയച്ച മെസ്സേജ് മാത്രമല്ലാതെ എന്തെങ്കിലും കാര്യം അവൻ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദക്കാണ് സംസാരിച്ച ഞാൻ പറഞ്ഞടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല് വിടെന്ന് പറഞ്ഞിട്ട് രാവിലെ അടുത്ത് ഞാൻ അനാവശ്യ ടോപ്പിക്കുകൾ ഇടല്ലെന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ കാര്യം ട്രാക്ക് ചെയ്യാത്ത രീതിയിൽ മര്യാദക്കാണ് പറഞ്ഞത് ഇവനായിട്ടല്ലേ ഞാൻ ഈകളുടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ കഴിഞ്ഞിട്ട് നീ പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ആരും ഒന്നിനും വന്നിട്ടില്ല ബാല നിന്റെ അടുത്ത് ഇന്നലെ ഈ പ്രശ്നം പറഞ്ഞ് നമ്മൾ ആരും ഒന്നും പേഴ്സണൽ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ആരും വന്നിട്ടില്ല നിന്റെ അടുത്ത് മര്യാദയ്ക്ക് വരെ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ് മിണ്ടിക്കൊണ്ടിരുന്നത് നീ ഇന്നലെ ഒരാവശ്യമില്ലാതെ ഇവര് വന്നിട്ട് നീ ഞാൻ മ്യൂട്ടാക്കിയാലും അപ്പുറത്ത് അവിടെ ഇവൻ ലൈവാ ഞാൻ മ്യൂട്ടാക്കേണ്ട ആവശ്യമില്ല നീ എന്തിനാണ് അങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറയേണ്ട ആരോപണം ഉണ്ടാക്കുന്നത് എന്തിനാണ് അത് കേട്ടോണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കണമെന്നാണ് ഇല്ല ഇവ വന്നിട്ട് ഇരുന്നിട്ട് എന്താണ് മര്യാദക്കല്ലേ പറഞ്ഞത് നമ്മള് എന്ത് മാസത്തിൽ പബ്ലിക് ഗ്രൂപ്പില് രായൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു ഈ ബെല്ലാരിയുടെ കേസിന് ശേഷമാണ് ഞാൻ ഈ വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു അക്ഷരം വരല്ലേ പിന്നെ നിങ്ങൾ മറ്റേ ആർപിയുടെ കേസിൽ പേഴ്സണൽ ഇഷ്യൂ ഇടുന്നതാണല്ലോ വലിയ കാര്യം അയ്യോ ആർപിയുടെ കേസിൽ സംസാരിക്കൊന്നുമില്ലാതെ പേഴ്സണൽ ഇഷ്യൂ ഇട്ടങ്ങ് മൂഞ്ചിക്കുന്നു വലിയ സുഖം പരിപാടിയാണല്ലോ വലിയ സുഖം പരിപാടിയാണല്ലോ നീയാണോ വന്നിട്ടാ നമ്മളാണോ മെസ്സേജ് ഇവരല്ലടാ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് ഞാൻ ഇന്നലെ പോലും മര്യാദയ്ക്ക് സ്പീഡിന്റെ കാര്യം സംസാരിച്ചപ്പോ ഈകളുടെ അടുത്ത് പറഞ്ഞാ ഇനി സംസാരത്തിനും ഇല്ല വിട്ടിട്ട് പോയെന്ന് പറഞ്ഞപ്പോ ഈ കുണ്ണാലെ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് നമ്മളാണോ മെസ്സേജ് ഭൂമിത്തരം പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടാ മര്യാദയ്ക്ക് അതെ അതെ മെസ്സേജ് അയച്ചത് ലൈവ് പറയണോ ചെയ്യണ്ടേ അത് വലിയ മാന്യതയാണല്ലോ ലൈവ് പറയുന്ന വലിയ മാന്യതയാണ് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് നമ്മൾ എന്തായാലും ഈ ലൈവ് ഇട്ടപ്പോ പോലും ആരെയും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല മര്യാദയ്ക്ക് ലിമിറ്റിന് അപ്പുറം ഒരു വൃത്തിയുടെ കാര്യങ്ങളും ഒന്നും പറയാൻ ഒന്നും പോയിട്ടില്ല നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവനെ വന്നിരുന്ന് ഇമാതിരി ആവശ്യമില്ലാത്ത കാര്യം കുറിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാനാണോ ഈ ലൈവ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സരക്കെ എടാ ഇന്നലെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പേഴ്സണൽ അതായത് അവൻ സ്പീഡ് ലൈവിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇതാണ് അവൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യും അത് ലീഗലിനെ ബാധിക്കൂല പക്ഷെ അതിനകത്ത് വേറെ കുറച്ച് 3 പേരെ ബാധിക്കുമെന്ന് ബാധിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അവൻ പറഞ്ഞത് അവനെ ചുമ്മാ ഇട്ട് പറഞ്ഞ അവൻ പറയാം അല്ലെങ്കിൽ പറയാം അതിന്റെ അകത്ത് അതിൽ അവൻ പറഞ്ഞിട്ട് അവൻ എന്താണ് കേസ് ആർ പി കേസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ കൊണ്ടുവന്നത് സ്പീഡ് തന്നെ സംസാരിച്ചു പക്ഷെ അതിന്റെ കേസിൽ സ്പീഡ് ഓൾറെഡി ഡയോസിന്ന് ഇവിടെ ഇറങ്ങുന്നു എല്ലാം പറഞ്ഞു മാറിപ്പോയി ഓക്കെ പറഞ്ഞിട്ട് പോയല്ലോ എന്നിട്ട് നമ്മൾ എന്തേലും കാര്യം സംസാരിക്കാൻ പോണെന്നാണ് നിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് പറഞ്ഞത് പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അല്ല ഞാൻ പറഞ്ഞോ നീ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ മീറ്റിംഗ് POV കാണിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല നീ കാണിച്ചോ ഞാൻ തിരിച്ച് പറയാനുള്ളത് പറയും അത് വേറെ ടോക്ക് അതുകൊണ്ട് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിത് കുറ്റം പറയുന്നത് വേണ്ട അതുകൊണ്ട് വിട്ടേരെ അത് നീ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷം നമ്മൾ ആരേലും വന്നു അതാ ഞാൻ പറയണേ ഇവൻ എന്തിന്റെ ആവശ്യമുണ്ട് ഇല്ല ഈകളെ ഞാൻ പറഞ്ഞു നിനക്ക് ഉൾപ്പെടെ ഇന്നലെ അറിയാം ഇവനായിട്ട് വന്ന് തുടങ്ങിയത് അറിയാം ഇന്നലെ സംസാരിച്ച കാര്യമാണ് ഈകളെ എന്നിട്ട് ഇപ്പം ഞാൻ ഒരു ലിമിറ്റ് ഇട്ട് നീ ഇന്നലെ നമ്മൾ സംസാരിച്ചവൻ പറഞ്ഞാണ് ഇത് ഭയങ്കര വൾഗറായി പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ രായന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ രായ ആരെയും പേരും കാര്യങ്ങളും വേറെ ഒരു ലിമിറ്റിനപ്പുറത്തുള്ള ടോപ്പിക്കും കാര്യങ്ങളും ഇതിന്റെ അകത്ത് കൊണ്ടുവരരുത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ലിമിറ്റിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ പറയാതെ മര്യാദയ്ക്ക് നിനക്ക് പറയാം നിനക്ക് ഷോക്കായിട്ട് തോന്നിയ കാര്യം മാത്രം നീ പറഞ്ഞിട്ട് എന്റെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ രീതിയിലേ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ വന്നിട്ടിരുന്നിട്ട് മറ്റേ ഇവൻ വന്ന് ലൈവ് വന്നിട്ടിരുന്നിട്ട് മറ്റേ മാസം അടിക്കുന്ന പോലത്തെ രീതി ഒന്നും സംസാരിക്കേണ്ട ആവശ്യം എന്താ അവൻ നിങ്ങൾ ഇപ്പൊ വേറെ അല്ല ഇവിടും അതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ ആരെങ്കിലും വന്നിട്ട് അതിന്റെ ഇടയിൽ ഒന്ന് മാസം അടിക്കുന്ന രീതി ഒന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവന് മാത്രം എന്താ ഇങ്ങനെ കാണിക്കുന്നത് അവന്റെ അടുത്ത് അവന്റെ പറയണ്ട ലൈവ് ഇട്ട് അവന് സൈഡ് പറയാനുള്ളത് പറ
എന്ത് കഷ്ടമാണ് ഇതൊക്കെ. അല്ല ലോജിക് ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ. ഇതിപ്പം മറ്റേ ചാറ്റ് ചെയ്ത് ഹലോ ഹലോ കേൾക്കണം മോനെ. ആ, നിനക്ക് പറഞ്ഞു, പറയാനുള്ള പറഞ്ഞു. കാര്യം നിനക്ക് പറയാനുള്ള കാര്യം നീ ലൈവിട്ട് പറ. അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞിട്ട് എന്തോന്ന് വെച്ചാൽ പൊക്കോട്ടെ. ഓക്കേ, വേണ്ട ആയിക്കോട്ടെ, വേണ്ട ആയിക്കോട്ടെ, ലൈവിട്ടൊന്നും പറയണ്ടാണ്. ആയിക്കോട്ടെ. എന്തിനാ ചുമ്മാ അത് വിട്. ബോബേ ഇവിടെ കിടന്ന് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല നമ്മളെ പറഞ്ഞല്ലടാ, നമ്മള് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഞാൻ ആരും സംസാരിച്ചില്ല. അവന്റെ POV നടന്ന കാര്യം മാത്രം പറഞ്ഞിട്ട് വേറെ രീതിയിൽ അവരെ അപരാധവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല സരക്കണ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാന് ചാറ്റില് കോഴിത്തരം എന്നിട്ട് എന്നെ പെണ്ണ് പിടിയാന്ന് പറയേണ്ട ആവശ്യം എന്തോണ്? അങ്ങനെ ഞാൻ പറഞ്ഞു. നീ കോഴിത്തരം കാണിച്ചു കോഴിത്തരം കാണിച്ചു എന്ന് പറയുമ്പോ രണ്ടർത്ഥം. എന്താ കാണിച്ച കോഴിത്തരം? എന്താ കാണിച്ച? റിയൽ ലൈഫ് ആരുടെ കോഴിത്തരം കാണിച്ച? നീ ഒന്ന് പറ. അത് ഞാൻ ലൈവ് പറയണോ ഇനി? ഓ പറയണം, നീ പറയണം. നീ അങ്ങനെ പറയുന്നത് നീ ലൈവിൽ തന്നെ പറയണം. ഞാൻ ലൈവിലല്ലല്ലോ അത് പറഞ്ഞത്. കോഴിത്തരം കാണിച്ചു ലൈവിലാണ് പറഞ്ഞെങ്കിൽ ഞാൻ ലൈവിൽ തന്നെ പറയും. വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ പറയും. അല്ലാതെ വാട്സാപ്പിൽ പറഞ്ഞ കേസ് ലൈവ് ഇട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതിനുള്ള ലോജിക്കും ബുദ്ധിയും എനിക്കുണ്ട്. വാട്സാപ്പിൽ കയറി തോന്നിയ ദിവസം പറയാമോ? വാട്സാപ്പിൽ കയറിയിട്ട് ഞാൻ നിന്നെ അല്ല വാട്സാപ്പിൽ കയറുന്ന ആരെങ്കിലും തോന്നിയ ദിവസം പറഞ്ഞാൽ സരക്കണ്ണ നാളെ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ പറയോ? ഞാൻ പറയും. എന്നെ പറ്റി ഞാൻ പറയും. വാട്സാപ്പില് പേഴ്സണൽ മെസ്സേജ് ഇടുന്ന എങ്ങനെയാണോ? ഞാനില്ല, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യത്തിന് ബുദ്ധി സംസാരിച്ചാൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നിനക്ക് പറയാനുള്ള കാര്യം നിനക്ക് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ടൂർണമെന്റ് കഴിയിട്ട് അന്നേരം നിനക്ക് പറയാനുള്ള കാര്യം അവർ പറയാനുള്ള കാര്യം അവരുടെ ലൈവിൽ പറയട്ടെ. നീ അത് അതിനകത്ത് പോയി ഡയലോഗ് അടിക്കാൻ പോകരുത്. അവർക്കുള്ള കാര്യം പറഞ്ഞോട്ടെ. നിന്റെ POV നിന്റെ പോയിന്റ് ഓഫ് വ്യൂ നീ പറഞ്ഞാൽ മതി. എടാ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അവന് പറയാനുള്ള കാര്യം അവൻ മര്യാദയ്ക്കാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സംസാരിക്കാൻ പോലും ഇടയിൽ പറ്റുക എല്ലാവരോടും പോലും സംസാരിച്ച് വഷളാക്കേണ്ട കാര്യം വഷളാക്കണ്ടെന്ന് വിചാരിച്ച് ലിമിറ്റ് ചെയ്താണ് സംസാരിച്ചത്. ഒരു കാര്യം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് മര്യാദയ്ക്ക് അവൻ പറഞ്ഞു അവനെ പറ്റി വന്നിരുന്ന് തെറി വിളിച്ചതും അവനെ ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ അവനെ പറ്റി കുറ്റം പറഞ്ഞതും അവന് പൊളിഞ്ഞ് ആ കാര്യമൊക്കെ ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. എന്നിട്ട് ഇത്ര കാര്യങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവനെ വേറെ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവൻ എന്തിനാണ് വന്നിരുന്നിട്ട് മറ്റേ ആ സമയത്ത് വന്നിട്ടിരുന്നിട്ട് മറ്റേ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവന് പറയണമെങ്കിൽ അവൻ ലൈവിട്ട് പറഞ്ഞോട്ടെ. അവന് ലൈവിടുള്ള അവൻ ലൈവിട്ട് പറയട്ടെ. എന്നിട്ട് ലൈവില് വന്നിട്ട് അപ്പൊ പറഞ്ഞാ പോരെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അല്ല ഇവരാണ് പറഞ്ഞ VC വരണമെന്ന് അവന് സംസാരിക്കണമല്ലോ പറഞ്ഞ സരക്കണ്ണല്ലേ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ VC നീ പറഞ്ഞില്ലേ നിനക്ക് സംസാരിക്കണമെന്ന്. ആദ്യം ആര് ചാറ്റ് ഇട്ടത്? നിനക്ക് നീയല്ലേ നീ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമാണ്. നമ്മളാരും ബാക്കിയുള്ളവർ POV ലൈവ് ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് അതിന്റെ ഇടയിൽ വന്നിരുന്ന് മാസ് പറയുന്നില്ലല്ലോ. ഇവിടെ എല്ലാരെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ അവരവരെ ലൈവിൽ അവരൊരു മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവൻ ലൈവിടുന്ന സമയത്ത് എന്തിനാണ് വന്നിരുന്നത് അതിന്റെ ഇടയിൽ മാസ് ഇറക്കേണ്ട ആവശ്യം? മറ്റേ ബാക്കിയുള്ളവർ മുമ്പിൽ നല്ലതാവനാ ചെയ്ത തെറ്റ് സമ്മതിച്ചിട്ട് മിണ്ടായിരിക്കാൻ നോക്കുക. അല്ലാതെ വന്നിട്ട് ഒരുത്തനെ പേഴ്സണലി മെസ്സേജ് അയച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഊമിത്തരം പറഞ്ഞിട്ട് ആ ചാറ്റിൽ മൊത്തം വീണ്ടും വന്നിരുന്നത് നമുക്ക് ഇന്ന് ഹേറ്റ്. നമുക്കിന്ന് ആവശ്യമുള്ളതിനൊക്കെ ഉള്ള ഹേറ്റ് നിനക്ക് പറയാനുള്ളത് ഞാൻ ഈ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ VC വരാം. നിനക്ക് വരെ പറയാനുള്ളത് നീ ഇവിടെ ഒന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. ഞാൻ നിന്നെ വിളിച്ചോളാം. നീ ചില്ലായിട്ടിരിക്കും. ഇവിടെ അണ്ണ അല്ല വേറെ ലൈവിലല്ലോ. എടുത്തോ? ബാല അത് ഞാൻ വരെ ചില്ലായിട്ടിരിക്കണേ. ദൈവം ഒന്നും നീ വിട്ടേക്കോണോടാ വല്ലു? അല്ല ഞാൻ ലൈവല്ല. വന്നു കേറാനുള്ള സമയം കിട്ടിയില്ലടാ. കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും വന്നില്ലേ? ഗ്രാസ് റീസ്റ്റാർട്ട് ചെയ്യണോ? വേണ്ടല്ലോ. ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യണം. ഷാഡോ കുറയ്ക്കാൻ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ? നമുക്കടിക്കാം. നിങ്ങളുടെ അടുത്തൊക്കെ ഞാനൊരു കാര്യം ഇതിനു മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവിടെ ഞാനും റിബലും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ലെന്ന് മനസ്സിലായോ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ ഇത് ഇവിടെ ഇത് ഒരുമിച്ച് കളിച്ചിരുന്ന എങ്ങോട്ട് പോകുന്നു? ഇത് എങ്ങോട്ട് പോവായിരുന്നു നിങ്ങക്കൊക്കെ മനസ്സിലായോ? ചോദിക്ക്. അതെനിക്ക് അറിഞ്ഞൂടല്ലോ. ലൈവില് സംസാരിക്കണതാണോ എനിക്ക് അറിഞ്ഞൂടല്ലോ. ജോക്കിയൊക്കെ ഉണ്ടല്ലോ. പോണ്ട സിറ്റിക്ക് റോയോ അല്ല. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞിട്ട് നമുക്ക് കയറാം. ബാലിന് എന്ത് പറ്റി പെട്ടെന്ന്? ഞാൻ എല്ലാം പറയാം. എനിക്ക് സമയം തരണം. ഞാൻ പറയാം. ഇപ്പൊ തന്നെ പറയാം. എടാ വെൽ പ്ലേഡ് ബോയ്സ്. വെൽ പ്ലേഡ് 4 കൺഗ്രാറ്റ്സ്. എല്ലാരും വെച്ചിട്ടുണ്ട്.
ബാബുവേ ഓ നമ്മളെ കിൽഫീഡൊക്കെ ബ്ലർ ചെയ്യും. ഐക്കൺ മാത്രമേ മറ്റേ സൗണ്ടും ഇത് മാത്രമേ കാണുള്ളൂ. മോണ്ടേജിൽ വരും ഇതൊക്കെ, മനസ്സിലായോ? മനസ്സിലായി സൂപ്പറായിട്ടുണ്ട്. പിന്നെ അല്ലാതെ പണ്ട് ആദ്യത്തെ ടർഫില്ലേ സരക്കണ്ണ കൊന്നതിന് എന്നെ കുറഞ്ഞ പറഞ്ഞ ആൾക്കാരാണ്. എടാ ഇത് അതുപോലല്ലടാ, 10 പേര് ഏതൊക്കെ ടീം മഞ്ഞ ഇട്ടവനെയും പച്ച ഇട്ടവനെയും ഒന്നും തിരിച്ചറിയില്ല, മനസ്സിലായ? ഡോർക്കി വെച്ച് MVP അവസാനം MVP ആർക്കും അഞ്ച് തരില്ല. കോച്ച് ഇന്ന് അണ്ണൻ. കഴിഞ്ഞ വട്ടം കോച്ചായിരുന്നു. ഇപ്പൊ എനിക്ക് കോച്ചിനെ നിങ്ങൾക്ക് കുറ്റം പറയണത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. കോച്ച് ഐ ആം സോ സോറി. ലക്കിന് ഞാൻ കൊന്നേനെ, ബട്ട് അവൻ എന്തോ ലക്കിന് രക്ഷപ്പെട്ടു. ചെറുതേട്ടാ ഞാൻ ചത്തനെ. ഞാൻ ചത്തില്ല. എന്താ സൗണ്ടിൽ ബേസ് ഒക്കെ കൂട്ടിയ വീണ്ടും? ഇല്ലടാ പറ. അർജുൻ ദാസിന്റെ ശബ്ദമായല്ലോ. വാ റൂട്ട് കനാൽ കേട്ടിരിക്കുന്ന പല്ല്. റൂട്ട് കനാൽ ചെയ്ത അർജുൻ ദാസിന്റെ ശബ്ദമാവോ? നാളെ തന്നെ രണ്ടെണ്ണം ചെയ്യണമായിരിക്കും. ചേട്ടാ എന്തിനാ മേളെന്ത് സംസാരിക്കണേ? സംസാരിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ സമാധാന ചർച്ചയിൽ വെള്ളപ്പൊടി കാണിച്ചിട്ട് സമാധാന ചർച്ചയിൽ അവനോട് ബാലനോട് സംസാരിച്ചോ? ബാലൻ എന്ത് ചെയ്യും? ആളുടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓ ഓക്കെ ഓക്കെ സംസാരിച്ചോന്നുണ്ട്. എന്തായി? അല്ല അവനെ പറഞ്ഞു കാര്യമൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞു അവൻ കാര്യം കറക്റ്റ് തന്നെ. ഞാൻ മനസ്സിലായി ഞാൻ പറഞ്ഞു അത് ഇല്ല ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ബ്രോ. അത് കറക്റ്റ് എവിടെ നിന്നാണ് ഇതാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മൂട്ടി വിടുന്നതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഒന്ന് അന്വേഷിക്കണം എന്നുള്ള ഇതിൽ പറഞ്ഞ് എൻഡ് ചെയ്തു. അത്ര തന്നെ. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആരെങ്കിലും എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിരിയേറ്റി വിടുവോ ഓരോരുത്തന്മാര്. ഇപ്പൊ സരക്ക് ഇവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇന്നലത്തെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയാം. അത് വേറെ അത് നിനക്ക് പറയാനുള്ള കാര്യം നിനക്ക് പറയാം സരക്കെ. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്. ഇന്നലെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിന്നെ അതിനകത്തോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുന്നില്ല, നിനക്ക് അതിലോട്ട് വരാനും താല്പര്യമില്ലെന്ന് നീ ഓൾറെഡി പറഞ്ഞു ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ. അപ്പോൾ പിന്നെ എനിക്കും അതൊന്നും ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ സ്പീഡ് വന്നിട്ട് മീറ്റിങ്ങിൻ്റെ POV കാണിച്ച സമയത്ത് എനിക്ക് ആ മീറ്റിംഗ് തിരിച്ച് അതുപോലെ POV എനിക്ക് സ്ട്രീം ചെയ്ത് കാണിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതിൽ ഞാനും റിബലും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് അടക്കം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലൊരു 57ാമത്തെ മിനിറ്റ് ഇതാണ് ക്ലിപ്പാണ് കാണിച്ചത്. സോ സ്പീഡിൻ്റെ കാര്യത്തിലോട്ട് ഡയോസിൽ ഞാൻ വലിച്ചഴിക്കുന്നില്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ T47 കളിച്ചതിൻ്റെ ഇഷ്യൂ ആണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ T47 കളിച്ചതിനകത്ത് ഒരു കാര്യം അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് T47 ഈ സ്പീഡ് കയറിയിട്ട് അവനൊന്നും പറഞ്ഞില്ല. ഞാൻ അവനെ കുണ്ണേന്ന് വിളിച്ചു എന്നാണ്, ലൈവിൽ കുണ്ണേന്ന് വിളിച്ചു എന്നാണ് അവൻ എന്നോട് പറഞ്ഞ അക്യൂസിഷൻ. സോ ലൈവിൽ കുണ്ണേന്ന് പറഞ്ഞ അക്യൂസിഷൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ എനിക്ക് എൻ്റെ പ്രശ്നമുള്ള ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഈ പറയണത് പോലെ വാർ ചാറ്റിൽ മറ്റേ പൈസയുടെ ഇമോട്ടിൻ്റെ ഇതിട്ടായിരുന്നു. പിന്നെ മറ്റേ വളി പോയെന്ന് പോയി പറഞ്ഞ് കമൻറ്റ് ഇട്ട് TV-യിലെ 2-3 പ്ലേയേഴ്സിനെ അടിച്ച ആരുടെയായിരുന്നോ? ആരുടെയാണോ? സാവേജിൻ്റെ ആണോ കിണ്ടിയുടെ ആണോ? ഇവരെ അടിച്ചിട്ട് ഇതിനകത്ത് പോയി കമന്റ് ഇട്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത്. എനിക്ക് സ്പീഡിനെ അപരാധിക്കാനായിരുന്നെങ്കിൽ ഡാമുവിനെ അപരാധിച്ച ദിവസം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സ്പീഡൊന്നും ചെയ്തിട്ടില്ല, സ്പീഡ് ആരും കേക്ക് ഇതുവരെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് എനിക്ക് അപരാധിക്കാനായിരുന്നു, അന്ന് എനിക്കിരുന്ന് പറയാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രീൻഷോട്ടുകളും ഇതെല്ലാം കിട്ടിയപ്പോഴാണ്, അതായത് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ന്യായീകരിച്ച് നട്ടപ്പോൾ എനിക്ക് വേറെ ഇതൊന്നുമില്ല. മീറ്റിങ്ങിലെ കാര്യവും ബാക്കിയുള്ള കാര്യമല്ല എനിക്ക് പറയേണ്ടത്. ഞാൻ ഡയോസിൻ്റെ കാര്യവും ബാക്കി ഇതൊന്നും അല്ല ഞാൻ പറയണത്. ഡയോസ് പ്ലെയർ ഉള്ള രീതിയിലാണ്, T47 പ്ലെയർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. അത് എന്താ അപരാധിക്കുകയാണെങ്കിൽ നേരെ ഒന്നും അപരാധിക്കണം, അല്ലാതെ ഒരു സൈഡിൽ മറ്റേ ഇതായിട്ട് നിന്നിട്ട് വന്ന് ഇത് പറയാമെന്നുള്ളൊരു കാര്യം എനിക്ക് താല്പര്യമില്ല. പിന്നെ മീറ്റിംഗ് POV കാണിക്കാൻ ഞാൻ ഇവരോട് ചോദിച്ചപ്പം റിബൽ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്. മീറ്റിംഗ് POV കാണിക്കുന്നതിൽ പേഴ്സണൽ ഇഷ്യൂസ് അവർക്ക് വെളിയിലോട്ട് ഡ്രാഗ് ചെയ്യാനും അതിന്ന് ഡിസ്കസ് ചെയ്യാനും. ഇപ്പം ഞാനത് POV കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇവരും പറയും, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരും പറയും. പിന്നെ സുനിമോൻ്റെ കേസ് ഞാൻ പറയാം. സുനിമോൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ കുറേ പേര് ഇന്ന് പോയി ഇതിട്ടത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതും പറയണം. എനിക്ക് സുനിമോനും ഞാനും അന്ന് ഞാൻ സുനിമോൻ്റെ അടുത്ത് ട്രിഗർ ആയത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഒരു 57 മിനിറ്റ് എന്തോ ആയ സമയത്താണ് ഈ പറയണ ട്രിഗറിങ് മൊമെൻറ്റ് ഉണ്ടാവണത്. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് ട്രിഗർ ആയിട്ടുണ്ട്, ചീത്തകളായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ സുനിമോനെ ഞാൻ പറയാം, നിനക്കത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിക്കാം, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ആ POV നിങ്ങൾ കാണിക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല.
അന്ന് എന്താ എനിക്ക് നടന്നത്? പ്രശ്നമൊന്നുമില്ല. പ്രശ്നം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ അത് വീണ്ടും അത് അടുത്ത വീണ്ടും ഇരുന്ന് സംസാരമാവും. എല്ലാവർക്കും ഇരുന്ന് എനിക്ക് ആ അവരവരുടെ സംസാരത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി കാണിക്കണമെങ്കിൽ കാണിച്ചിട്ട് ഇതാക്കിക്കോ. പിന്നെ അല്ല സർക്കണ ബ്രോ, അല്ല, ഇത് ഞാൻ നമ്മൾ പറഞ്ഞതാണ് 5 മനസ്സിലായത്. വർഷം ഒരുമിച്ച് നിന്നവരായി ബ്രോ. അത്രമാത്രം കാര്യങ്ങൾ കാണും നമ്മുടെ ഇടയില്. അതെ. ഒരാൾ ഒന്ന് പറഞ്ഞ അടുത്ത ആൾ ഒന്ന് പറഞ്ഞത് എവിടെ പോയി നിൽക്കുന്ന നമ്മള്. അതാ ബാബു ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് OC സാധനം വരുന്നതെന്ന് പറഞ്ഞാല് ഇവൻ സ്പീഡ് ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് 3 പേരുടെ എന്തോ ഇത് കഴിയുമ്പോൾ ഈഗിളിനെ ബാധിക്കത്തില്ല, ഈ പകരം TV ക്കകത്തുള്ള 3 പേരെ ബാധിക്കും, അവരുടെ എന്തോ കാര്യമുണ്ട്, അവൻ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തിന് മാത്രമാണ് ഇപ്പം ഈ രായനും ബാലനോട് ഇന്നലെ കോൺവെർസേഷനായി ഈ അടി വേഴ്സ് ആയത്. എടാ ഞാനൊരു കാര്യം പറയട്ടെ. മനസ്സിലായി? ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ T47 കേസ് വന്ന സമയത്ത് ഇപ്പം T47 ഇല്ലാത്ത കുറെ ആരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ബോഡി ഷേമിങ് കാര്യങ്ങൾ ചെയ്തു. അതിന് നമ്മള് ആ കേസ് വന്ന സംസാരിച്ചപ്പോഴത്തേക്ക് ഡയറക്ട്ലി പറഞ്ഞത് പക്കാ ഊമ്പി തരുവാണ് പറഞ്ഞതെന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവന്റെ അടുത്തും പറഞ്ഞതാണ്, എടാ ഇങ്ങനത്തെ കാര്യങ്ങൾ ആ ഡിസ്കോഡിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഊമ്പിത്തരങ്ങൾക്ക് മനസ്സിലായില്ലേ, കണ്ടിട്ട് മിണ്ടാതിരിക്കുകയും റിയാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാ പ്രശ്നവും വരുമ്പോഴും ഇപ്പം ഇതിന്റെ അകത്ത് പ്രശ്നം വെച്ചാൽ T47 ഏത് കേസ് വന്നാലും ആദ്യമേ മറ്റേ എല്ലാവരും ഒന്ന് ഹേറ്റ് കൊടുക്കുന്നത് മറ്റേ സ്പീഡ്, നമ്മളവിടെ കളിക്കുന്നതിന്റെ സ്പീഡിന്റെ പണ്ടേലാണ് എല്ലാം വരുന്നത്. വേറെ ആരെങ്കിലും വല്ലതും പറയണമെങ്കിൽ അവരെ ഫോട്ടോ ഇട്ടതാണെങ്കിൽ അതിന്റെ അകത്ത് ഒരുത്തം കാണും, അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞ ഒരുത്തം കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ അല്ലേ ഡയറക്റ്റ് ആയിട്ട് അടിക്കുക. സരക്കിന് പേടിയാണ്. എനിക്കൊരു പേടിയില്ല ബ്രോ. ഞാൻ അല്ല നീയൊക്കെ അല്ലല്ല മേലെ സരക്കിന് പേടിയെന്ന് ഇട്ടതുകൊണ്ട് എനിക്കൊരു പേടിയില്ല ബ്രോ. എനിക്ക് അല്ല ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. അല്ല അവന്റെ അടുത്ത് പറഞ്ഞാണ്, അവൻ ചാറ്റി പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞാണ്, മീറ്റിംഗ് പറഞ്ഞ കാര്യം എനിക്കൊരു പേടിയില്ല. ആർക്കും ഒരു പേടിയില്ല. ഞങ്ങൾക്ക് രണ്ടുമായിട്ടുള്ള പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ഒരു പോസ്റ്റ് മാത്രം സ്കിപ്പ് ചെയ്ത് കാണിച്ചാൽ നീയൊക്കെ ചോദിക്കില്ല അവിടെ എന്താണ് പ്രശ്നമെന്ന്. അവിടെ എന്തിനു കാണിക്കണം? അവൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോ കണ്ടതിൽ വെച്ച് പറയാം. ഇന്നലത്തെ ഇഷ്യൂല് ബാലന്റെ സൈഡില് ബാലൻ കാര്യം ഫുള്ളായിട്ട് അറിഞ്ഞിട്ടില്ല. അവന്റെ ട്രിഗറിൽ ഒരു കാര്യം പറഞ്ഞു, അത് അവന്റെ മിസ്റ്റേക്ക് ആണ്. ഇൻബോക്സിൽ പോയിട്ട് ഞാൻ അവന്റെ പറഞ്ഞു, ബട്ട് അതിന്റെ ഫർദർ കാര്യം പറഞ്ഞ ഫർദർ കാര്യങ്ങൾ നീ അന്വേഷിക്കണം. അല്ലെ നിനക്ക് അവിടെ ചോദിക്കാനോ എടുത്ത് ചാടി തീരുമാനം എടുക്കുന്നതിന് മുന്നേ പറയാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് പറഞ്ഞത് ഈ സ്പീഡിന്റെ കേസിൽ പറഞ്ഞപ്പോ സ്പീഡ് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഈ എന്താണ് നീ ഇറങ്ങിയ സമയത്ത് നിനക്ക് ഈ അന്ന് VC-യിൽ വെച്ച് ഡിസ്കോഡ് വെച്ച് കുറച്ച് സംസാരങ്ങളായി. അതിന്റെ അകത്ത് നിനക്ക് 3-4 പേരെ സംസാരം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ അവരായിട്ട് സീനായിട്ടുള്ളത്. അപ്പൊ നീ ഓൾറെഡി ഇങ്ങനെ എന്താണ് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനത്തെ കുണ്ണുകളെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണല്ലോ നീ ലൈവില് പറഞ്ഞിട്ടുള്ളത്. അവര് പറഞ്ഞതിന്റെ രീതിയിൽ. അപ്പൊ ആ സീൻ ഉള്ളത് കൊണ്ട് ഇവന്മാരെ നീ അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതി പറയുന്നതുകൊണ്ട് തിരിച്ച് അവന്മാർക്ക് ഇനി മറ്റേ പണ്ടത്തെ പോലെ തന്നെ കാണേണ്ട ആവശ്യമില്ല. ശരക്കണ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് എന്നെ മറ്റേ T47 ഇൻവൈറ്റ് വാർ ചാറ്റ് ഇട്ടപ്പോ ഈഗിൾ ബ്രോ അവിടെ ലൈവ് ഇരുന്ന് തന്നെ എന്നെ പറ്റി എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ മണിയുടെ ഇത് വാർ ചാറ്റ് ഇടുന്നത്. ഞാൻ എന്നെ ഗ്യാങ് കയറ്റിയ സമയത്ത് ഇട്ടപ്പോഴാണ് ഈഗിൾ ബ്രോ അത് ഇട്ടത്. ഏത്? അത് വേറെ ഇഷ്യൂ ആണ്. അത് ഞാനും സാവേജും തമ്മിലുള്ള അത് ഞാൻ പറയട്ടെ. എന്താണ് ഈഗിൾ ബ്രോ? ഞാൻ പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. എന്തൊക്കെയാണ് ടിവിക്കെതിരെ കണ്ടന്റ് വരുമ്പോ അതിനകത്ത് ടിവി കളിച്ചൊരു പ്ലെയർ പെട്ടെന്ന് ഇറങ്ങിപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടുമ്പോ അത് വേറെ ഇഷ്യൂ ആണ്. എനിക്ക് അത് വേറെ ഇഷ്യൂ ആണ്. നിനക്ക് നിന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അത്രേ ഉള്ളൂ. അത് കണക്കാണ്. അപ്പൊ എന്നെ പറ്റി ലൈവിൽ പറഞ്ഞ ഞാൻ അത് കണക്ക് ലൈവിൽ പറയാം, അത്രേ ഉള്ളൂ. ഞാൻ അത്ര കാണുന്നുള്ളൂ. എനിക്കും പ്രശ്നമില്ല. എനിക്കിതിനെ പറ്റി ഒരു പ്രശ്നമില്ല കേട്ടാ. എനിക്കിതിനെ പറ്റി പ്രശ്നമില്ല. ഞാനൊരു കാര്യം പറയാം ബ്രോ. ഞാനൊരു കാര്യം പറയാം. ഞാനും മ്യൂട്ടാണ് ചെയ്തത്. അല്ല ഞാനും പറയാം. ഇതിന്റെ അകത്ത് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കുറച്ചുപേര് പറയും, ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഓൾറെഡി ഈ RP എന്ന് പറഞ്ഞ സാധനം നിർത്തി. എനിക്കിത് നിർത്തുന്നതിന് മുമ്പ് ഇപ്പൊ സംസാരിച്ചുകൊണ്ട് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് ഇതിന്റെ ലൈവ് ഇട്ടിട്ട് എന്തായാലും ഒരു മിനിറ്റ്, ഇവിടെ ഒരുത്തരും സ്പീഡിനെ തെറി വിളിക്കണ്ട. ഇവിടെ ഒരുത്തനും
ലൈവ് കിടന്നുണ്ട്. ആര് വിളിച്ചു? അല്ല വിളിക്കണ്ട, ഇതാ അവിടെ കിടന്ന് വിളിക്കണ കുണ്ടച്ചിന്നും പൈരുന്നും ആരും വിളിക്കണ്ട. ഇതൊക്കെ തന്നെയാണ് അവനെ ട്രിഗർ ആക്കണ. ഇതൊക്കെ തന്നെയാണ് അവനെ ട്രിഗർ ആക്കണ. അവന്റെ തള്ളക്കും തന്തക്കും ഇമ്പോസിബിൾ ഓരോ കൊണ്ടുള്ള മെസ്സേജ് അയക്കുന്ന. അപ്പൊ ഒരു കുഴപ്പമില്ല ഒരുത്തനും. ഒരു കുഴപ്പമില്ല. അവന്റെ തള്ളക്കും തന്തയ്ക്കും ഒരു കാര്യമില്ല പോയി വിളിക്കണം. ഒരു അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. അവൻ T47 കേറിയപ്പോ തൊട്ട് ഞാൻ കാര്യം പറയട്ടെ. അവൻ T47 കേറിയപ്പോ തൊട്ട് അവന് വരുന്നതാണ്. അവന് ടിവിയിലുള്ള എന്തിനാ അവൻ T47 കളിക്കാൻ കയറിയതല്ലേ? അവൻ ടിവിന്ന് ഇറങ്ങി അവൻ കളിക്കാൻ കയറി. നമുക്ക് നല്ലതായിട്ടുള്ള ഇത്രയും നാൾ കേസ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഇഷ്യൂ ഉണ്ടായി. അപ്പൊ T47 ഉള്ളവരെ പറഞ്ഞതിന് ഒരു സീനും ഇല്ല. നമ്മൾ സംസാരിക്കാനും വരുന്നില്ല. മനസ്സിലായി? അവൻ പറഞ്ഞതിന് നീ അവര് പറഞ്ഞതിന് ഇപ്പൊ നിങ്ങളെ പറഞ്ഞതിന് നിങ്ങൾ റിയാക്ട് ചെയ്യും. അത് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. നമ്മളെ പറഞ്ഞാൽ നമ്മൾ അതിൽ റിയാക്ട് ചെയ്യും. പക്ഷെ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫസ്റ്റ് ടിവിന്ന് മറ്റേ ഇറങ്ങിയ സമയത്ത് ഈ 4 പേരുടെ കേസ് പറഞ്ഞിട്ട് നീ ഓൾറെഡി ഇങ്ങനെ ലൈവില് ഇടക്കിടക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യുമല്ലോ, ഇങ്ങനത്തെ ഈ 4 പെണ്ണുകളെ ഇഷ്ടം. ഇപ്പൊ അതില് ഒരാൾ അവനാണെന്നുള്ള അവന് നല്ലോണം അറിയാലോ. മനസ്സിലായി? അത് അവന് മാത്രല്ല അറിയത്തുള്ളൂ, നാട്ടുകാരൊക്കെ അറിഞ്ഞെന്നുള്ളത്. നാട്ടുകാരെ അറിയുന്നല്ല. എടാ നീ ഇപ്പം പറയാ അവൻ പറയണേ ടിവിയിൽ ഇന്ന ഒരാൾ കുണ്ണയാണെന്നുള്ള രീതിയിൽ അവരുന്ന് വെറുതെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് മനസ്സിലായില്ല. അതിനകത്തുള്ള എപ്പോഴും വെറുതെ നടന്നില്ല. സ്പീഡില്ല. അവന്റെ ലൈവിൽ കാണിച്ച POV ഏതാണ്? എന്താ അവൻ ഏതിലോ ആ കുണ്ണ ഏതിലോ കേറട്ടെ എന്ന് പറഞ്ഞ സാധനം. അത് അതല്ല പറയുന്നത്. അതൊക്കെ ഇപ്പോഴുണ്ടായ പ്രശ്നമല്ല. അവൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ടിവിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ VC സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ സമയത്ത് VC സംസാരിച്ച് ക്ലിയർ ആക്കാൻ നോക്കിയതിനു ശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് ഇവൻ പറഞ്ഞ സംഭവം ഇഷ്ടപ്പെട്ടില്ല, നീ അതുകൊണ്ട് ഇവന് ഇനി ടിവിയിൽ കയറ്റാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നീ ലൈവിൽ മെൻഷൻ ചെയ്യുമ്പോ ഈ കാര്യം വെച്ചിട്ട് ഇങ്ങനെ 4 പേരെ മെൻഷൻ ചെയ്ത് പറയും. അതെന്തായാലും അറിയാമല്ലോ, ഇവരാണ് പറയുന്നത്. ഇവർക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലടാ. അതാണ് പറഞ്ഞത്. ഈ ലൈവില് അങ്ങനെയല്ല. നീ പറയണ്ടേ എന്നുള്ളത് എന്റെ ഇഷ്ടം. പക്ഷെ അവൻ അത് കേട്ടിട്ടാണ് പൊളിഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞാനും അപ്പൊ എക്സ്പ്രസീവ് ആവുന്ന സമയത്ത് എനിക്ക് എക്സ്പ്രസീവ് ആവേണ്ടടാ. അപ്പൊ അവന് അവൻ പറഞ്ഞത് ഞാനും ആലോചിച്ച് നോക്ക്. അതാണ് നടന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട്. അല്ലാതെ അവനെ ന്യായീകരിക്കാനും അല്ലാതെ നിന്നെ ഇതാക്കാനും അല്ല പറഞ്ഞത്. TV സ്പ്ലിറ്റപ്പ് ആയി. നമ്മളെല്ലാരും ഇതിനകത്ത് എല്ലാരും ഇവര് ഡയോസ് ഒക്കെ ഫോം ചെയ്യുന്നതിനും ആ ഒരു ടൈമൊക്കെ ആവുന്നതിന് മുമ്പ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ആദ്യം ഒരു ഗ്യാങ്ങിൽ പോയി കയറിയതൊക്കെ ഇപ്പൊ പപ്പടം മാസി കയറിയ എല്ലാരും ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല ആ സമയത്തൊന്നും. നമുക്ക് ഓപ്പോസിറ്റ് വന്നതിന് ശേഷം നിന്റെ സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വേറെ അഡ്മിൻ POയിൽ വരെ കണ്ടിട്ട് വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട് ഈ ലൈവ് കണ്ടതില്. ഓക്കെ, ഞാൻ പറയട്ടെ. ആദ്യത്തെ വാർ ഞാൻ കളിച്ചില്ല. ഓക്കെ, ടർഫ് ഇല്ല സരക്കണ്ണ ഞാൻ പറയാം. നമുക്ക് ഓപ്പോസിറ്റ് അതുപോലെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല ഗ്രഡ്ജ് പോലെയല്ല ഈഗിൾ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. മെമ്പർ ആയിരുന്നു. മുമ്പ് 86 മെമ്പർ ആയിരുന്നു. അത് ആർക്ക് വേണ്ടി 86 ആയിട്ട് പ്രശ്നം? TV കളിച്ചോണ്ടാ 86 ആയിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാവരുമായിട്ട് പ്രശ്നമല്ലായിരുന്നു. TV ആയിട്ട് ഇതായിട്ട് എനിക്ക് അവിടുത്തെ എല്ലായിടത്തും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കുറച്ചുപേരായിട്ട് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സോൾവ് ആയായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ്. പിന്നെ നമ്മള് കമ്പനി അങ്ങനെ ഇപ്പം എത്ര പേര് അങ്ങനെ സോൾവ് ആവുന്നു? ശരിയാ. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. എടാ അത് അത്രേ പറഞ്ഞോളൂ. ഞങ്ങള് ഇത്ര പിന്നെ ഞാനിത് ഞാനിപ്പോ സിറ്റിക്കകത്താണെങ്കിൽ എനിക്ക് അന്ന് ബീച്ച് വന്ന് ആ സിറ്റുവേഷനിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ ബീച്ച് വന്ന് അന്ന് സിറ്റുവേഷൻ പിടിച്ചപ്പോ. സിറ്റുവേഷനിൽ മിണ്ടുന്ന കാര്യമല്ലല്ലോടാ. റിവലറി ഗ്യാങ്ങിൽ പെട്ടെന്ന് നീ മാത്രമാണ് അങ്ങനെ ഒരു ഇതിനകത്ത് പോയിട്ട്. ദാമിന്റെ കേസ് ഞങ്ങൾക്ക് നേരത്തെ വിട്ടതാ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നീ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗ്യാങ്ങിൽ പോയിട്ട് ഇതുപോലത്തെ സംസാരമായ രീതിയിൽ. അതാണ് നമ്മളൊക്കെ ട്രിഗർ ആക്കിയ ഒരു സാധനം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇതൊരു ഗെയിമല്ലേ. അവൻ ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ പോയി കളിക്കട്ടെ, അത് വിടുക. അതിനെന്തിനാണ് ഇത്രയും ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മള് വേറെ എത്ര അല്ലടാ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ ഫുള്ള് ഇത് കേള്. ഇപ്പൊ നമ്മള് കളിക്കുന്ന സമയത്ത് വേറെ ഗ്യാങ്ങില് നമ്മളെ എനിമി ഗ്യാങ്ങിലുള്ള ആൾക്കാർ നമ്മളോട് ഒന്ന് കളിക്കാറുണ്ട്. അന്നും പറഞ്ഞ് ആ ഗ്യാങ്ങിലുള്ളവർ ഇപ്പം അവന്റെ അടുത്ത് ഹേറ്റിംഗ് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടും.
അത് എന്തിനാണ് ഹേറ്റ് കാണിക്കുന്നതല്ലേ ചോദിക്കുള്ളൂ. ആ രീതിയിൽ അങ്ങ് വിട്ടാ കഴിഞ്ഞ കാര്യമില്ല. ഇത് ഇത്രയും വലിയ സംഭവം ആക്കണില്ല. പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനിത് ഈ വലിച്ചു നീട്ടി പറയണത് ഭയങ്കര ശോകമാവും. ഈ ലൈവിൽ ഈ ചിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നതിനാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ കാര്യം പറയുമ്പോൾ എനിക്ക് എന്താടാ തിരക്ക്? നിനക്ക് എന്താ ഇല്ലടാ, ഞാൻ വിട്, നമുക്കിത് വിടാടാ. അല്ലടാ, ഞാൻ പറയുന്നത് അല്ല, നീ ഇങ്ങനെ ആക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന കാണുമ്പോ അതുകൊണ്ടാണ്. അല്ല ഞാൻ പറയണ എടാ ഈള ഞാൻ പറയണ എടാ വീടാ, ഇത് വീടാ, അതുകൊണ്ടാണോ ഇത് വീട്. അല്ല ഫേസ് ക്യാമിന്റെ എടാ, ഞാൻ ഈ സംസാര ടോപ്പിക്കിന് വയ്യടാ, എനിക്ക് വയ്യ. അങ്ങനല്ല, ഞാൻ നിന്നെ കുറ്റം പറയല്ല. എനിക്ക് സംസാരിക്കാൻ വയ്യടാ. നമുക്ക് സംസാരിച്ച് വീണ്ടും ഇത് വഷളാക്കുന്ന പോലെ ആയിപ്പോ. വേണ്ട, വിട്ടേക്ക്. അത് അതുകൊണ്ട് പറഞ്ഞാണ്. ചാറ്റിലുള്ളവന്മാർ എന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോ എന്നെ തന്നെ ഇരുന്ന് ഇനി അപരാധം പറയത്തുള്ളൂ. വേറെ പറഞ്ഞില്ല. എനിക്കിനി ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലടാ, ഇത് ലൈവ് എടുത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ നോക്കൂലടാ. അത് അതന്നെ പറഞ്ഞു മനസ്സിലായില്ലേ. എല്ലായിടത്തും അതിപ്പോ എന്തായാലും വന്നിട്ട് ഇപ്പൊ ഇനിയിപ്പം എനിക്കത് വയ്യ. അതുകൊണ്ട് പറയണ് വിട്ടേരെ, ഇവിടെ വെച്ച് വിട്ടിട്ട് നമുക്ക് സംസാരം നിർത്താം. അതാണ് നല്ലത്. സ്പീഡ് നിനക്ക് പറയാനുള്ളതിന് നീ പറഞ്ഞു. എനിക്ക് നിന്നെ ഇരുന്ന് അപരാധിക്കാനൊന്നും എനിക്ക് ഞാൻ ഒറ്റ കാര്യം പറയണുള്ളൂ. അത് ഇങ്ങനെ നിന്റെ സൈഡിൽ നീ പറഞ്ഞ ഇമോട്ടും മറ്റേ അതെല്ലാം വന്നപ്പം ഉള്ള ആ ഒരു സാധനത്തിലാണ് ഞാൻ അന്ന് നിന്റെ ആ ഒരു കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ലീഗ് ചാറ്റിൽ അതുകൂടെ കണ്ടപ്പോഴാണ് ഞാൻ ട്രിഗേർഡ് ആയത്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഇനി ഡേ ബൈ ഡേ ഇരുന്ന് നിന്നെ അപരാധിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നീ നിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ്. ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി വേറെ ഞാൻ ഇന്നലെ ഇടുന്നില്ലെന്ന് പറഞ്ഞാണ്. പിന്നെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞ് എന്റെ സൈഡ് ക്ലിയർ ആക്കണോന്ന്. എനിക്ക് ഈ ലൈവ് ഇട്ട് ഇതൊന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്ത ഒരു സംഭവമാണ്. മെയിൻലി എനിക്ക് ഗെയിം കളിക്കുന്ന എന്റെ ഒരു ഇതിനു വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിരിക്കുമ്പോ എനിക്കൊരു സമയം പോണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ കളിക്കുന്നത്. നിന്റെ അടുത്ത് പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് രായനും ഇവരടക്കം എല്ലാ കോൺവെർസേഷൻ ആവുന്നതിന്റെ മെയിൻ കാരണം പോലും അന്ന് ലാസ്റ്റ് നീ പറഞ്ഞു വെച്ച ഡയലോഗാണ്. അവിടുന്നാണ് ഇപ്പൊ എല്ലാം തുടങ്ങി. ഇപ്പൊ ഒരു കാര്യമില്ല. ബാലനാണ് അവിടെ തുടങ്ങണം. ബാലനാണ് അവിടെ തുടങ്ങണം. അവിടെ ആരെന്നാ എന്തരെന്നാ ഒന്നും പറയില്ല. അല്ല അവന്റെ തല ഇതാക്കാതെ. അല്ല ഇതിപ്പോ അവന്മാര് പറയുന്നത് അല്ല സ്പീഡ് പറഞ്ഞെങ്കിൽ സ്പീഡിന്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ പോരെ എന്നുള്ളതാണ് അവന്മാര് ചോദിക്കുന്നത്. അവന്മാര് രായനെ പറയേണ്ട ആവശ്യം. പറയണ കേക്ക് നീ ഇങ്ങനെ ഇതാവാതെ ഞാൻ പറയണ കാര്യം കേക്ക്. എപ്പോഴാ ബാല മെസ്സേജ് ഇത്രയും നാളും ഞാൻ ഇതേ കണക്കായിട്ടില്ല. ഞാൻ അതും കൂടെ കേക്കണം. ഇവന് വന്നിട്ട് ഒരു റൈറ്റും ഇല്ല വന്ന് ചീത്ത വിളിക്കുക. ഇത്രയും നാൾ ഇതിന്റെ അകത്ത് നിന്നിട്ടുള്ള ആളാണ്. അവൻ വരുന്നതിന് മുമ്പേ ആ ടി വി എന്ന് പറഞ്ഞ ടാഗിട്ട ഒരാളാണ്. അല്ല ഞാൻ പറയട്ടെ, ടി വി എന്ന് പറഞ്ഞ ടാഗിട്ട ഒരാളാണ്. മനസ്സിലായ? അവൻ അങ്ങനെ തോന്നി കണക്കൊന്നും ചീത്ത വിളിക്കാക്കത്തൊന്നുമില്ല. അവൻ ചെയ്തതിന്റെ ഒക്കെ 100 ഇരട്ടി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ടി വി ഇറങ്ങിയവന്മാർ എന്നെ കൊട്ടനും ചട്ടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ? അവനെ ചീത്ത വിളിച്ച് അവൻ ഇതായിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വിളിക്കാൻ വന്നോ? അല്ലല്ലോ. അണ്ണൻ ചെയ്യണം. മനസ്സിലായ? അവൻ ചെയ്യണം, ന്യായീകരിക്കണം ചെയ്യണം. അണ്ണ ഇപ്പൊ വന്നിരുന്നിട്ട് അവൻ വെള്ളം അടിച്ചിട്ട് വിളിച്ചെന്ന് പറഞ്ഞപ്പോ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞ രീതിയിലല്ലേ പറഞ്ഞത്. അണ്ണൻ ന്യായീകരിക്കും ആണ് ന്യായീകരിക്കുവാണ്. അല്ലെന്ന് പറയല്ലോ രായ. ന്യായീകരിക്കത്തില്ല പറഞ്ഞില്ല, പറയട്ടാ രായ. നിക്ക് ഞാൻ പറയട്ടെ. ആള് പറഞ്ഞത് സ്പീഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ. ഞാൻ പറഞ്ഞു എന്നിട്ട് നിന്റെ സൈഡ് പറ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്പീഡിന്റെ ഇതിലാണ് ഇന്നലെ അത് നടന്നതെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സ്പീഡിന്റെ ലൈവ് കണ്ടതിന് ശേഷം ഞാൻ ബാലനോട് എടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് അവൻ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ട്രിഗേർഡ് ആയിട്ട് പോയി മെസ്സേജ് അയച്ചത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ലൈവിന് ശേഷമാണ് ഇത് ട്രിഗർ ആയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സ്പീഡ് കാരണമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ സ്പീഡിന്റെ ലൈവ് കഴിഞ്ഞപ്പം ഇവനെ VC-യിൽ ഇരുന്ന് എല്ലാവരും കൂടെ കണ്ടത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, എടാ ഇങ്ങനെയാണ് കാര്യം,
എന്താ ഈ പറയണത് പോലെ എന്താ അവൻ അടുത്ത് ചെയ്യാൻ പോണത് ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാലനോട് പറഞ്ഞപ്പോൾ ബാലൻ പെട്ടെന്ന് മൈക്ക് മ്യൂട്ടായിട്ട് നേരെ പോയിട്ട് രായനെ തെറി വിളിച്ചു. ഇവനെ ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അല്ലെന്ന് ബാലൻ പറയട്ടെ, അല്ലെന്ന് ന്യായീകരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ ടി വിയിലുള്ള കറന്റ് ഉള്ള മെമ്പേഴ്സ് അല്ല അണ്ണ എല്ലാവരും കുറച്ച് അല്ല രവീന്ദ്ര അണ്ണ ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലൈവ് ഇട്ട് പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ അവൻ ചെയ്ത ശരിയെന്നല്ല അർത്ഥം. അതായത് സ്പീഡ് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല. ആണെന്നുള്ള രീതിയിലല്ലോ ബാലമായിട്ട് അറിഞ്ഞത്. അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞതായിട്ട്. നിന്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഇപ്പം ബ്രോ ലൈക്ക് എന്നെ കുണ്ണാന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് വേണം? ഞാൻ ലൈവ് ഇട്ട് തിരിച്ച് കുണ്ണാന്ന് വിളിക്കണോ? നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കൺഫേംസ് കൊണ്ട് ഞാൻ അതില് അവിടെ ഒരുത്തനെ ലീക്കറാക്കി. അതെനിക്ക് അറിയില്ല അതെന്തോ സംഭവം എന്ന്, അതാരാന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പം അവനെ വെച്ച് അവിടുത്തെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നു. അതൊക്കെ എന്താണ്? ഞാൻ അവിടെ പറയാ ഞാൻ പുറത്ത് അത് ഞാനാ ചെയ്തതെന്ന് എനിക്ക് ഇങ്ങോട്ടാ കൊണ്ടയച്ചു തന്നെ. എനിക്ക് എന്റെ ആവശ്യമില്ല. എന്നോട് എനിക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജാണ്. അണ്ണാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നടക്കുന്നത് RP അല്ല, ഹ്യൂമിലൈസേഷൻ ആണ്. ഞങ്ങൾ കുറെ പോയിന്റ് ഔട്ട് ചെയ്തതാണ്. ഞാൻ കുറെ ഗാങ്ങിലൊക്കെ കളിക്കുന്നതാണ്. ഇവിടെ ഇത് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ എനിക്ക് ഇങ്ങോട്ട് വന്ന വെച്ച മെസ്സേജ്. എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, പ്രൂഫ് ഉണ്ട്. എനിക്ക് അവൻ്റെ എടുത്ത് കാണിക്കാൻ. നിങ്ങൾ PC ചെക്ക് ചെയ്തില്ലായിരുന്നോ എല്ലാവരുടെയും കഴിഞ്ഞ ദിവസം? PC ചെക്ക് ചെയ്തപ്പോ കിട്ടിയായിരുന്നോ അവനെ ആരാണെന്ന്? ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റൂടാ? എനിക്ക് അവനെ പറയാൻ അവൻ പറഞ്ഞതിലൊരു ബേസിക് എത്തിക്സ് ഉണ്ട്. അവൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യണത് ഊമ്പിത്തരോ. എന്നാലും ഞാൻ പറയുക, നമ്മൾ കുറെ വട്ടം ഇത് പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം. ഊമ്പിത്തരമൊക്കെ എല്ലാരും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളും ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. എടാ നമ്മള് എല്ലാരും അവരവരെ ഗ്യാങ് ഇരിക്കുമ്പോ ബാക്കി ഗ്യാങ്ങിലുള്ളവരെ പറ്റിയും അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെടുത്ത് സ്ക്രീൻഷോട്ട് ആയിട്ട് കൊണ്ടുവന്നിട്ട് മറ്റേ ഇത് കാണിക്കുന്നതൊക്കെ ശരിയല്ല. സ്ക്രീൻഷോട്ടിന്റെ കാര്യമല്ല പറയണ സരക്കെ. ആ സ്ക്രീൻഷോട്ടിന്റെ കാര്യമല്ല ഞങ്ങൾ ഇവിടെ പറയണേ. നമ്മൾ പറയണ അതല്ല. അവിടെ ചെയ്യണത് ഇതുപോലെ അവന്മാര് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് എന്നോട് പറയണത്. അതായത് അവിടെ പോയിട്ട് നമുക്ക് ലൈവ് ഇടുമ്പോൾ ഇന്ന സമയത്ത് ഇന്നത് പറയാം, ഇന്നത് ഉപദ്രവിക്കാം. അവന്മാരുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ വൈകുന്നേരം ലൈവ് ചെയ്യുന്നവന്മാരുടെ POVയിൽ പോയിട്ട് നമുക്ക് അത് പറയാം ഇത് പറയാം. വൈകുന്നേരം കഴിഞ്ഞ ദിവസത്തെ ആഷിൻ ഇവന്റെ POVയിലുണ്ട്. നമ്മുടെ ആരടാ ആഷിന്റെ ആഷൊക്കെ RP ചെയ്തോണ്ടിരുന്നപ്പം ലവ് വന്നിട്ട് പറയാ നീയൊക്കെ നക്കി ഒരു പെങ്കൊച്ചായിട്ട് RP ചെയ്തോണ്ടിരിക്കുക. TV-ന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ നക്കി കയറിയതല്ലടാ നീയൊക്കെ. ഇത് അത് അങ്ങനല്ല പറഞ്ഞേ, അങ്ങനല്ല പറഞ്ഞേ, അത് അങ്ങനല്ലായിരുന്നു പറഞ്ഞേ. അത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിട്ട് അതവൻ വേറെന്തോ ആണ് പറഞ്ഞത്.